വയനാട് കേണിച്ചിറയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കേണിച്ചിറ സ്വദേശി ലിഷയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ് ജിൽസൺ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, ഒരു ആത്മഹത്യാ ശ്രമമാണോ ഇവർ നടത്തിയിരിക്കുന്നത്? അതായത് ഭാര്യയുടെ കൂടി അറിവോടുകൂടി അവരെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്താണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചത്? ലക്ഷ്മിപത്മ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനാണ് ഈ ജിൻസൺ. അവിടെ പമ്പ് ഓപ്പറേറ്ററായിട്ടടക്കം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് നിരവധി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ചില നഷ്ടങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു കടബാധ്യത മൂലമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു കൊലപാതകം ചെയ്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം വിശദീകരിക്കുന്നത്. ഇദ്ദേഹത്തിന് 2 മക്കളുമുണ്ട്. ഈ മക്കളെ റൂമിൽ അടച്ചിട്ട ശേഷമാണ് ഈ ഭാര്യയെ കൊന്നത്. ശേഷം അദ്ദേഹം കൈഞ്ഞറമ്പ് മുറിച്ച നിലയിൽ വീടിൻ്റെ പുറകുവശത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ തർക്കം തന്നെയാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയതിലും ഈ കടബാധ്യതയാണ് ഇതിൻ്റെ മരണകാരണത്തിനെന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ചില സുഹൃത്തുക്കൾ ചില വാട്സപ്പ് ഓഡിയോ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിലും ഇത്തരത്തിൽ താൻ ഭാര്യയെ കൊലപ്പെടുത്തിയതും കടബാധ്യതയാണെന്നുള്ള കാര്യമടക്കം വിശദീകരിക്കുന്നുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്. ഈ ജിൻസനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൈഞ്ഞറമ്പ് മുറിച്ച് ഗുരുതരാവസ്ഥയിലാണ് ജിൻസൺ അത് ഗുരുതരാവസ്ഥയെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എന്നാൽ ഭാര്യ ലിഷയുടെ മൃതദേഹം ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലിഷയുടെ മരണം പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് അടക്കം എത്തി അവിടെ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 2 മക്കളാണുള്ളത്. ഈ മക്കളെ വീട്ടിൽ അടച്ചിട്ട ശേഷമാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. എപ്പോഴാണ് നടന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാവിലെ മക്കൾ എണീറ്റ് വന്ന് നോക്കുന്ന സമയത്താണ് അമ്മയെ ഇത്തരത്തിൽ മുറിയിൽ അടച്ചിട്ട നിലയിൽ മരിച്ച നിലയിലും അച്ഛൻ ജിൻസനെ വീടിന് പുറകുവശത്തായി കൈഞ്ഞറമ്പ് മുറിച്ച നിലയിൽ മരിച്ച നിലയിലും കണ്ടെത്തിയത്. തുടർന്നാണ് നാട്ടുകാരെയും പോലീസിനടക്കം വിവരം അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകത്തിൻ്റെയും ആത്മഹത്യ ശ്രമത്തിൻ്റെയും ഞെട്ടയിലാണ് നാടും. നാട്ടുകാരും ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരാണെങ്കിൽ പോലും ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു. അതിൽ ചില കടബാധ്യതയുള്ള കാര്യം നാട്ടുകാരും പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇത് തന്നെയാണ് യഥാർത്ഥ കാരണമെന്നൊരു കാര്യം സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ ആത്മഹത്യക്കുറിപ്പിൽ ഈ ഒരു കടബാധ്യത പറയുന്നതിനാൽ തന്നെ മറ്റു വിഷയങ്ങളില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ലിഷയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തും. ഭർത്താവ് ജിൻസൺ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ. ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.